ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മുടെ ടാക്സിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് കേട്ടോ, ജനുവരി 17. ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ റിസൾട്ട് വരുമ്പോൾ വീഡിയോ ഇടാറുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ടാക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ബാക്കിയുള്ള പേപ്പേഴ്സ് പോലെ അല്ലല്ലോ, ഇത് ഭയങ്കര ലെങ്തിയാണ്, അതേപോലെ തന്നെ ഫുള്ള് പ്രാക്ടിക്കൽസ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് മതി മാർക്ക് മൊത്തം പോകാനും. എനിക്കാണെങ്കിൽ മെമ്മറി ഒക്കെ കുറച്ച് കുറവുള്ള കൂട്ടത്തിലാണ്. കുറേ നേരം ഇരുന്ന് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഓർമ്മ നിൽക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ACC റിസൾട്ടുകളൊക്കെ നമുക്ക് ജിമെയിലൂടെയാണ് വരിക. അത് കറക്റ്റ് 5-5:15 ആകുമ്പോൾ വരാറുണ്ട്. ഇന്നിപ്പോൾ 5:30 ആയെന്ന് തോന്നുന്നു റിസൾട്ട് വരാനാണ്. റിസൾട്ട് നോട്ടിഫിക്കേഷൻ കേട്ടിട്ടാണ് ഞാൻ എണീച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജിമെയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഡു നോട്ട് റിപ്ലൈ ACCൻ്റെ മെസ്സേജ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് ഞാൻ പാസ്സായിട്ടുണ്ട്. 61 മാർക്കാണ് കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഒരു 60ന് മുകളിൽ മാർക്ക് കിട്ടുന്ന ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഒരു സ്കിൽ ലെവലിൽ എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് 58, 59 ആ ലെവലൊക്കെയാണ് 2 എക്സാമിന് കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് 60ൻ്റെ മുകളിലൊരു മാർക്ക് കിട്ടുന്നത്. ഞാനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഇത് ആദ്യം മുതൽ ഒന്നുകൂടി പഠിക്കണം. കാരണം ഇതിലുള്ള ഒരു കാര്യവും എനിക്ക് ഓർമ്മയില്ല. അപ്പം ചാപ്റ്റേഴ്സിൻ്റെ പേര് പോലും ഓർമ്മയില്ല. ഇപ്പോഴാണെങ്കിൽ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടും ഭയങ്കര ലെങ്തിയാണ്. ടാക്സും ഓഡിറ്റും ഭയങ്കര ലെങ്തിയാണ്. ഓഡിറ്റ് എന്ന് പറയുന്ന പേപ്പറിന് ഭയങ്കര പാസ് റേറ്റും കുറവാണ്. അപ്പോൾ ടാക്സ് ഒക്കെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇനി ആ ടാക്സ് ഇരുന്ന് ഒന്നും കൂടി പഠിക്കണം, അതിൻ്റെ അപ്പോൾ ഓഡിറ്റ് വരുന്ന പഠിക്കണം. 2 പേപ്പർ എടുക്കേണ്ടി വന്നേ. സോ ഏതായാലും ദൈവം സഹായിച്ച് നമ്മൾ പാസ്സായിട്ടുണ്ട്. ഇനി അന്ന് എൻ്റെ ഒപ്പം 3 പേര് എക്സാം എഴുതിയിരുന്നല്ലോ, അവരുടെ റിസൾട്ട് എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ 3 ആളും പാസ്സായിട്ടുണ്ട്. 51, 53, 77 ഇത്രയും മാർക്കുകളാണ് കിട്ടിയത് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്ന നമുക്ക് ഇങ്ങനെ കാണാം, ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ. ACCൻ്റെ അല്ലെങ്കിൽ CEൻ്റെ ഒക്കെ റിസൾട്ട് ഈ രാവിലെ വരുമ്പോൾ ആർക്കും ഉറങ്ങാൻ പറ്റൂല. കിട്ടി എന്ന് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ എന്താണെന്ന് അറിയില്ല, ഈ ടാക്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേപ്പറാണെന്ന് അങ്ങനെ നീ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടേ ഞാൻ തോന്നിയിരുന്നു. അതിന് നമുക്ക് അടുത്ത പേപ്പറിൽ നോക്കാം ഫെയിൽ ആവുമോ. അങ്ങനെ നോക്കരുത്. എപ്പോഴും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. ജയിക്കാൻ പറ്റുമോ? ഒരു പേപ്പറിലും തോക്കില്ലേ? അതല്ല, നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യാം. എന്നിട്ട് തോറ്റെങ്കിൽ നന്നു, അത് വീണ്ടും ഒന്നും കൂടി പഠിക്കാൻ പരീക്ഷ എഴുതാം. മാക്സിമം ചെയ്യാണ്ട് തോൽക്കാൻ ഒരു അലസത അതുണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം. നിങ്ങൾ എക്സാം ഫെയിൽ ആയാലും പാസ്സായാലും നിങ്ങൾ ഒരേ ഒരു ദിവസത്തെ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എന്താ, ഈ പേപ്പർ ഒന്നും കൂടി പഠിക്കുക, അടുത്ത അറ്റംപ്റ്റിൽ എഴുതിയെടുക്കുക. അല്ലാതെ അതിനെപ്പറ്റി എല്ലാ ദിവസവും ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്കൊക്കെ വീട്ടുകാരെ മാത്രം കൺവിൻസ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ ഞാൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് യൂട്യൂബിൽ വിട്ടണം, നിങ്ങൾ എല്ലാവരോടും പറയണം. അപ്പോൾ എൻ്റെ മുകളിൽ വരുന്ന ആ ഒരു പ്രഷർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ എന്തോരം ലക്കിയാണ്. പിന്നെന്താ വെച്ചാൽ മിക്കവാറും വീട്ടുകാരന് സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ കാണാത്തതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ചെയ്തു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും ഒരേ രീതിയിലല്ല പഠിക്കാൻ പറ്റുക. സോ നിങ്ങളുടെ പേസ് കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. റിസൾട്ട് എന്തായാലും അത് 2 കൈ നീട്ടി സ്വീകരിക്കുക. ഇപ്പോൾ ഫെയിൽ ആയതാണെങ്കിൽ ഇന്നൊരു ദിവസം സങ്കടപ്പെടുക, പാസ്സായെങ്കിൽ ഇന്നൊരു ദിവസം സന്തോഷിക്കുക. അതിനപ്പുറം ഇതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സമയം ഇപ്പോൾ 6:10 ആയിട്ടുണ്ട്. ഞാൻ ഇനി പോയിട്ട് വേണം ഉറങ്ങാൻ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.